നമ്മുടെ നാട് ഇതെങ്ങോട്ട്? സമീപകാല സംഭവങ്ങൾ ഭീതിയോടെയും ആശങ്കയോടെയും ചില ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. കലാലയങ്ങൾ കലാപഭൂമിയാകുമ്പോൾ, കുട്ടികളിൽ പലരും ക്രിമിനലുകളാകുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇതെന്ത് പറ്റിയെന്ന ചോദ്യവും ഉയരുകയാണ്. താമരശ്ശേരിയിലെ ഷഹബാസ് എന്ന 10ാം ക്ലാസ്സുകാരൻ്റെ അരുംകൊല മലയാളി മനസ്സാക്ഷിയെ ഞെട്ടിക്കുമ്പോൾ ഉത്തരവും പരിഹാരവും അകലെയാകാൻ പാടില്ല. ഈ വിഷയത്തിൽ പ്രശസ്ത മനഃശാസ്ത്ര വിദഗ്ധൻ ഡോക്ടർ ജിഷ്ണു ജനാർദ്ദനൻ കാക്കിയിൽ അതിഥിയായി ചേരുകയാണ്. ഡോക്ടർ, സ്വാഗതം കാക്കിയിലേക്ക്. ഇവിടെ പറഞ്ഞത് ഡോക്ടർ ഇവിടെ സൂചിപ്പിച്ചതുപോലെയാണ് ഈ സമീപകാല സംഭവങ്ങളൊക്കെയും വലിയ ആശങ്കയാണ് നമുക്ക് നൽകുന്നത്, വലിയ ഭീതിയാണ് നമുക്ക് നൽകുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളെക്കുറിച്ച് ഓർക്കുമ്പോൾ, കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ. കാരണം ഷഹബാസിൻ്റെ അടക്കം സംഭവങ്ങളാണ് നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഓരോ ദിവസവും നമ്മുടെ കലാലയങ്ങളിൽ നിന്നും, അത് നമ്മുടെ സ്കൂളുകളിൽ നിന്നും പരസ്പരം മർദ്ദിക്കുന്ന, പരസ്പരം സംഘർഷത്തിലേർപ്പെടുന്ന, വലിയ രീതിയിൽ പോറലേൽക്കുന്ന കുഞ്ഞുങ്ങളുടെ ആ മുഖങ്ങളാണ് നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് എന്ത് പറ്റി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്ന ചോദ്യവും പ്രസക്തമാകുന്നത്, അല്ലേ? അതെ അതെ, സ്വാഭാവികമായിട്ടും ഇത്തരം സാഹചര്യത്തിൽ ഏറ്റവും ആദ്യമായി നാം ചർച്ച ചെയ്യേണ്ട വിഷയം വെദർ ഈ വയലൻസ് എന്ന് പറയുന്നത് വർദ്ധിച്ചു വരുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ അതിൽ തന്നെ ഒരു കൗമാരക്കാരന്റെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സംഭവിക്കുന്നത്, എല്ലാവരും അവരെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നു എന്നുള്ള പ്രതീതി അവർക്കിടയിൽ ഉണ്ടാവുകയാണ്. പക്ഷെ മറുവശത്താണെങ്കിൽ ഇതൊന്നും അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോയാൽ നമ്മുടെ സമൂഹത്തിന് കൂടുതൽ അത് ആഴത്തിലുള്ള പരിക്കുകൾ ഏൽക്കുകയും ചെയ്യും. അപ്പോൾ എന്താണ് ഇതിന്റെ നിജസ്ഥിതി എന്നുള്ളത് തീർച്ചയായിട്ടും നാം പരിശോധിക്കേണ്ട കാര്യമാണ്. അതിൽ ആദ്യത്തെ ഘടകം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ, വയലൻസ് വർദ്ധിക്കുന്നു എന്നുള്ളത് ശരിയോ തെറ്റോ എന്നുള്ള ഘടകം മാറ്റിവെച്ചാൽ പോലും എന്തുകൊണ്ട് ഇത്തരം വയലൻസ് വർദ്ധിക്കുന്നു എന്നതിന് പ്രധാനപ്പെട്ട കാരണം, ഒന്ന്, വയലൻസ് കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. രണ്ട്, ഈ വയലൻസുകളുടെയൊക്കെയും ഇമ്പൾസീവ് ആക്ട്, വരുംവരായികളെ കുറിച്ച് ഓർക്കാതെ എടുത്തു ചാടിയിട്ടുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം മീഡിയ ഇൻഫ്ലുവൻസ് തീർച്ചയായിട്ടും നമുക്ക് ചൂണ്ടിക്കാട്ടാവുന്ന ഒന്നാണ്. കോവിഡ് അനന്തര കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി, അല്ലെ? കോവിഡ് അനന്തര കാലഘട്ടത്തിൽ ഉണ്ടായ മാറ്റമാണ് കുട്ടികൾക്ക് സാമൂഹികമായിട്ടുള്ള കണക്ഷൻസ്, സോഷ്യൽ കണക്ഷൻസിനുള്ള സാധ്യതകൾ കുറയുകയും അവര് ചിൽഡ്രൻ ആൻഡ് അഡോളസൻസ് കൂടുതലായും ഒരു വിർച്വൽ വേൾഡിലേക്ക് അവര് പറിച്ചു നടുകയാണ് ഉണ്ടായത്. അത് അന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ആവശ്യമായിരുന്നു. പക്ഷേ കോവിഡിന് ശേഷവും പലപ്പോഴും ആ വിർച്വൽ വേൾഡിൽ നിന്ന് തിരിച്ചിറങ്ങി വരാൻ അവർക്ക് സാധിക്കാതെ വന്നു. അപ്പോൾ അവരുടെ വിർച്വൽ വേൾഡ് ഭരിക്കുന്നത് എന്താണ്? വിർച്വൽ വേൾഡ് ഭരിക്കുന്നത് ഇത്തരത്തിലുള്ള അക്രമങ്ങളുടെ റീലുകളാണ്, അല്ലെങ്കിൽ എതിർത്ത് നിൽക്കുന്നത് ആരോ അവനെ അടിച്ചു വീഴ്ത്തുന്നതാണ്. അപ്പൊ ഇതാണ് ശരി എന്നുള്ള ഒരു ധാരണ നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ വയലൻസ് ഇസ് ജസ്റ്റിഫൈഡ്, വയലൻസ് ഇസ് റൈറ്റ്, ദർ ഇസ് സംതിങ് ഹീറോയിക് അബൌട്ട് വയലൻസ് എന്നുള്ള ധാരണ കുട്ടികളിൽ അറിഞ്ഞോ അറിയാതെയോ പതിഞ്ഞു പോയിട്ടുണ്ട്. ഡോക്ടർ, അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം പരിശോധിക്കുമ്പോൾ നമ്മൾ സമൂഹത്തിലെ ഓരോരുത്തർക്കും നിർണായകമായ പങ്കുണ്ടല്ലേ? നമ്മുടെ കുട്ടികളെ മാത്രം പഴിച്ചാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. സമൂഹത്തിന് നിർണായകമായ ഒരു റോൾ ഉണ്ടല്ലേ? തീർച്ചയായും ഏറ്റവും വലിയ പ്രശ്നം അതാണ്. നമുക്കിപ്പോ ആരാണ് ഈ കുട്ടികളെ വളർത്തിയെടുക്കുന്നത്? പാരന്റ്സ് അല്ലേ? അപ്പൊ ഞങ്ങളിപ്പോൾ ഞാനെന്നല്ല, ഏതൊരു മാനസികാരോഗ്യ, ഒരു സൈക്യാട്രിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് ചോദിച്ചാലും നിത്യേന കുട്ടികളെ കൊണ്ട്, കൗമാരപ്രായത്തിലുള്ള കുട്ടികളെ കൊണ്ട് രക്ഷിതാക്കൾ വരാറുണ്ട്. പക്ഷെ നമ്മൾ അവിടെ അവരുടെ ഒരു ചരിത്രം, ഹിസ്റ്ററി വളരെ ആഴത്തിൽ ചികഞ്ഞു നോക്കുകയാണെങ്കിൽ നമ്മുടെ രക്ഷിതാക്കൾക്ക് ഇപ്പോൾ സമയമില്ലായ്മ വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കുട്ടികൾ ജനിച്ച ഉടനെ തന്നെ സമ്പാദ്യ പദ്ധതികൾ, ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഫൈനാൻഷ്യൽ സാക്ഷരത ഏറെ വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. 16-17 വയസ്സുള്ള കുട്ടികൾ പോലും സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ കുട്ടിക്കായിട്ട് നമ്മൾ സമ്പാദ്യം ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷേ ഇപ്പോഴത്തെ ഈ ഫാസ്റ്റ് പേസ്ഡ് വേൾഡിൽ, ഫാസ്റ്റ് പേസ്ഡ് എന്നതിനേക്കാൾ ഞാൻ എക്സ്ട്രീം പേസ്ഡ് വേൾഡ്, അതിദ്രുതഗതിയിലുള്ള ഈ ലോകത്തിൽ സംഭവിക്കുന്നത്, നമുക്ക് രക്ഷിതാക്കൾക്ക് കുട്ടികൾക്ക് വേണ്ടി ചെലവഴിക്കാൻ സമയമില്ല. അപ്പോൾ എന്ത് ചെയ്യും? വളരെ ചെറിയ പ്രായത്തിൽ തന്നെ
അവരെ വിർച്വൽ വേൾഡിലേക്ക് പറിച്ചു നടും. ഭക്ഷണം കഴിപ്പിക്കണമെങ്കിൽ എളുപ്പ വഴി. മുൻപൊക്കെ ആണെങ്കിൽ പാട്ടുപാടി അല്ലെങ്കിൽ കളിപ്പിച്ച് പാരന്റ് കുട്ടിയോടെ കൂടെ ഇരുന്ന് ഇന്ററാക്ട് ചെയ്യണം അല്ലെ. ഇപ്പോൾ അത് ഒരു സ്ക്രീൻ മുന്നിൽ എടുത്തു കൊടുത്താൽ ആ സ്ക്രീൻ നോക്കി ഭക്ഷണം കഴിച്ചോളും. അപ്പോൾ രക്ഷിതാവിനും പരാതിയില്ല, കുട്ടിക്കും പരാതിയില്ല. ഇങ്ങനെയുള്ള കുട്ടി സാമൂഹ്യ ബന്ധങ്ങൾ ഏറെ വിച്ഛേദിക്കപ്പെട്ട വിർച്വൽ വേൾഡിലേക്ക് മാത്രമായി ചെറുപ്പത്തിൽ രക്ഷിതാക്കൾ സൗകര്യാർത്ഥം കുട്ടിയെ ഒതുക്കിയ കുട്ടി സ്വാഭാവികമായിട്ടും കൗമാരപ്രായം എത്തുമ്പോൾ അവന്റെ ഉള്ളിലെ അഭിവാഞ്ചനകൾ, ലാഞ്ചനകളെല്ലാം വർദ്ധിച്ചു വരും. അവർക്ക് സെക്ഷൽ എക്സ്പ്ലോറേഷൻ, ലോകം എന്താണ്, ലൈംഗികത എന്താണ് എന്നൊക്കെ അറിയാനുള്ള ത്വര വരും. ആ ത്വര എന്ന് പറയുന്നത് ഇന്നത്തെ ജനറേഷൻ മാത്രമല്ല, ഏതൊരു കാലഘട്ടത്തിലാണെങ്കിലും ഉള്ളതാണ്. പക്ഷേ ഇന്ന് ആ ത്വര വരുമ്പോൾ അതിന് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ലഭിക്കുകയാണ്. അതിപ്പോൾ ദേഷ്യമാകട്ടെ, നമുക്കിപ്പോൾ ഒരു ദേഷ്യം തോന്നിയാൽ ഉടനെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ തെറി വിളിക്കുന്നു. അതായത് എല്ലാത്തിനും ആക്സസിബിലിറ്റി ഉണ്ട്. അത് കൂടാതെ തന്നെ ലൈക്ക് മൈൻഡഡ് പീപ്പിളിന് ഒരുമിച്ച് വരാനുള്ള ഒരു പ്ലാറ്റ്ഫോം അവിടെ രൂപീകൃതമാവുകയാണ്. ഇപ്പൊ ഈ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെ നമ്മൾ കണ്ടു അല്ലെ, അവരൊരു വാട്സാപ്പ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം കൂട്ടായ്മയോ മറ്റോ ഉണ്ടാക്കി എന്ത് ചെയ്യണമെന്ന് പദ്ധതി ഇടുന്നു. അപ്പോൾ അവിടെ രണ്ടാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യം ക്രൗഡ് സൈക്കോളജിയാണ്. ക്രൗഡ് സൈക്കോളജി അഥവാ മോബ് സൈക്കോളജി വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ്. ഒരു മോബിലേക്ക്, ആൾക്കൂട്ടത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി, ഞാൻ പറയുന്ന ഓരോ വാക്കിനും, ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ഞാൻ അക്കൗണ്ടബിൾ ആണ് എന്നുള്ള ആ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റിയാണ് ആദ്യമായിട്ട് ഇല്ലാതാവുക. രണ്ടാമതായി ക്രൗഡ് സൈക്കോളജി ഒരു ഘട്ടത്തിൽ വരുന്നത് കണ്ടേജിയോൺ എന്നാണ്. അതായത് ഒരു ഷെയർഡ് ഐഡിയ, കോമൺ ആയിട്ടുള്ള ഒരു ഐഡിയ, നമ്മളെ അവർ അപമാനിച്ചു, നമുക്ക് പകരം വെട്ടണം. ആ ഐഡിയ ഒരു പകർച്ചവ്യാധി പോലെ അതിൽ എല്ലാവരിലേക്കും വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാവുന്നത് നമ്മുടെ എന്ത് ചെയ്യണം ചെയ്യരുത് എന്ന് നിയന്ത്രിക്കുന്ന നമ്മുടെ ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിന്റെ കൺട്രോൾ ഉണ്ടോ, അല്ലെങ്കിൽ സൈക്കോളജിയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ സന്മാർഗബോധം, സൂപ്പർ ഈഗോ, ഇത് ചെയ്യരുത്, ഇത് തെറ്റാണ് എന്ന് പറയുന്ന മാറി നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ചോദനകൾ, ബേസിക് ഇൻസ്റ്റിങ്സ്, അക്രമം, എതിർക്കൽ, അടിച്ചില്ലാതാക്കൽ, നമ്മൾ എതിർക്കുന്ന എന്തും എനിക്ക് ഇപ്പോൾ തോന്നുന്നു എനിക്ക് നടത്തണം, അതാണ് മനുഷ്യന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ചോദന. ഈ ചോദനയ്ക്ക് പുറത്ത് നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള, സാമൂഹ്യമായിട്ടുള്ള നിയന്ത്രണങ്ങളിലൂടെ നമ്മൾ അതിനെ സംസ്കരിച്ചെടുക്കുകയാണ്. ഈ ആന്തരികമായിട്ടുള്ള ആക്രമണ ചോദനയല്ല, അതിനെയാണ് നാം സംസ്കാരം എന്ന് പറയുന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇപ്പോഴത്തെ ഈ സാമൂഹ്യ മാറ്റങ്ങൾ കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സംസ്കരണത്തിന് നടക്കാനുള്ള സാധ്യതകൾ കുറയുകയും പകരം ഇത്തരം അക്രമം അല്ലെങ്കിൽ ലൈംഗികത, ലഹരി, ഇതിനെയൊക്കെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു വിർച്വൽ വേൾഡ്, ഒരു പാരലൽ വേൾഡ്, ഒരു സമാന്തര ലോകം തന്നെ നമുക്കിടയിൽ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു. ഒരു വിർച്വൽ വേൾഡ്, ഒരു സമാന്തര ലോകം ഈ കുഞ്ഞുങ്ങൾക്ക് മുന്നിലുണ്ട്. അത് ഒരു വഴിതെറ്റാൻ ഒരു കാരണമാകുന്നു. അതേസമയം തന്നെ ഈ ലഹരിയുടെ ഉപയോഗം, ലഹരിയുടെ ഉപഭോഗം, അത് കുഞ്ഞുങ്ങൾക്ക് ഇത്രത്തോളം ക്രൂരമായ ഒരു മനസ്സ് അതിലേക്ക് നയിക്കുന്നില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസമാണ് കാസർഗോഡ് നഗരത്തിലെ തന്നെ ഒരു സ്കൂളിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ സെൻറ് ഓഫിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത്. ഇങ്ങനെ ലഹരിയുടെ ഉപയോഗം അല്ലെങ്കിൽ ലഹരി മാഫിയ നമ്മുടെ കുഞ്ഞുങ്ങളെ പിടിമുറുക്കുന്നത് ആ കുഞ്ഞുങ്ങൾ ചെറുപ്പത്തിൽ തന്നെ ഇത്തരമൊരു അവസ്ഥയിലേക്ക് എത്താൻ ഒരു പരിധിവരെ കാരണമാകുന്നുണ്ടല്ലേ? യാതൊരു സംശയവുമില്ല. ലഹരിയുടെ കാര്യം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കൗമാര കാലഘട്ടമാവുമ്പോൾ നോവൽറ്റി സീക്കിംഗ്, പുതുമയോടുള്ള ഒരു അടങ്ങാത്ത ഒരു അഭിവാഞ്ച ഈ പ്രായത്തിലുണ്ടാവും. അപ്പൊ ഏതും പുതുതെന്തും പരീക്ഷിക്കാനുള്ള ഒരു ടെൻഡൻസി ഈ പ്രായത്തിലുണ്ടാവും. ആ പ്രായത്തിലേക്ക് അവരുടെ മുന്നിൽ അത് ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് നല്ല നല്ല കലാസൃഷ്ടികൾ ഉണ്ടാവുന്നത്. നമുക്ക് നോക്കൂ, പലപ്പോഴായിട്ട് നമ്മുടെ ഇപ്പോൾ കാണുന്ന വാർത്തയാണ് പ്രണയ ഭംഗം വന്നപ്പോൾ വെടിവെച്ച് കൊന്നു, അല്ലെങ്കിൽ ആസിഡ് എറിഞ്ഞു, ഇത്തരത്തിലുള്ള വാർത്തകളെല്ലാം കാണുന്നു. നോക്കൂ, ഇതേ പ്രണയഭംഗം സംഭവിച്ചപ്പോഴാണ് ചില ഉദാത്തമായ കലാസൃഷ്ടികൾ, നമുക്കറിയാം ചങ്ങമ്പുഴയുടെ രമണൻ ഉണ്ടായത് ഒരു പ്രണയഭംഗത്തിൽ നിന്നാണ്. അപ്പൊ പരാജയങ്ങളെ ക്രിയേറ്റീവായിട്ട്, കൺസ്ട്രക്റ്റീവായിട്ടും നമുക്ക് മാറ്റാം. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? പരാജയങ്ങളെ വളരെ വയലന്റ് ആയിട്ടുള്ള രീതിയിലേക്ക് മാറുന്നു. അത്തരം സാഹചര്യത്തിൽ ലഹരി ഇവിടെ അതിന്റെ അവൈലബിലിറ്റി കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും എക്സ്പോഷർ കൂടുന്നു. അപ്പൊ നമുക്ക് എന്താവും? ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റിലീഫ്, ഇൻസ്റ്റന്റ് ഹൈ എല്ലാം കിട്ടും. ഒരു പരീക്ഷയിൽ നമുക്ക് വിജയിച്ച് ഉന്നതമായിട്ടുള്ള മാർക്ക് നേടണമെങ്കിൽ, അതിൽ നിന്ന് അപ്രീസിയേഷൻ കിട്ടണമെങ്കിൽ നമുക്ക് നിരന്തരമായിട്ടുള്ള ഹാർഡ് വർക്കിന്റെ ആവശ്യമാണ്. അല്ലെങ്കിൽ സ്പോർട്സ് ആകട്ടെ, നമുക്കറിയാം സഞ്ജു സാംസൺ, അദ്ദേഹം വളരെ വർഷത്തെ ഹാർഡ് വർക്കിന് ശേഷമാണ് നാഷണൽ ലെവലിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടത്. പക്ഷേ ലഹരിയുടെ പ്രത്യേകത അത് നമ്മുടെ തലച്ചോറിലെ വെൻട്രൽ ടെഗ്മെന്റൽ ഏരിയ, ന്യൂക്ലിയസ് അക്യുമെന്റ്സ്, ഇവ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു സർക്യൂട്ട് ഉണ്ട്, റിവാർഡ് സർക്യൂട്ട്. അപ്പൊ ഉന്നതമായ അളവിൽ വളരെ പെട്ടെന്ന് ഡോപ്പമിൻ ആണ് നമ്മുടെ സന്തോഷത്തിന്റെ തന്മാത്ര എന്നറിയപ്പെടുന്നത്. ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടും. അപ്പൊ ഈ ഡോപ്പമിൻ പിന്നീട് ആവർത്തിച്ച് ഉൽപ്പാദിക്കപ്പെടുകയും മറ്റുള്ള കാര്യങ്ങളെ,
അതായത് മറ്റുള്ള സന്തോഷങ്ങൾ, ഓൾട്ടർനേറ്റീവ് പ്ലഷറിനെ ഈ വ്യക്തി അവഗണിക്കാൻ തുടങ്ങും. അപ്പൊ പോകെ പോകെ ലഹരിക്ക് അടിമയാവും. ഈ ലഹരി നമ്മുടെ ജഡ്ജ്മെന്റിനെ, നേരത്തെ പറഞ്ഞ എവിടെ എങ്ങനെ പെരുമാറണം, എവിടെ എങ്ങനെ സംസാരിക്കണം എന്ന് തീരുമാനമെടുക്കുന്ന നമ്മുടെ മുൻഭാഗം, തലച്ചോറിന്റെ മുൻഭാഗമായ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ് ഈ ജഡ്ജ്മെന്റ് തീരുമാനിക്കുന്നത്. ആ ജഡ്ജ്മെന്റിനെ കൂടുതൽ ഇമ്പയർ ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ എരിതീയിലേക്ക് എടുത്ത് ഒഴിക്കുന്ന എണ്ണയായിട്ട് ലഹരി പ്രവർത്തിക്കും. അപ്പൊ ലഹരിയുടെ പങ്ക് ഇതിൽ തീർച്ചയായിട്ടും പ്രസക്തമാണ്. അത് കട്ട് ഡൗൺ ചെയ്യൽ എന്ന് പറയുന്നത് കേവലം ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു മേഖല, ഒന്നുകിൽ ഡോക്ടർമാർ അല്ലെങ്കിൽ ടീച്ചർമാർ മാത്രം വിചാരിച്ചാൽ നടക്കുന്നില്ല. അവിടെയാണ് നമ്മൾ ബിയോണ്ട് ഇത് ഇമ്മീഡിയറ്റ് കോസസ് ചിന്തിക്കേണ്ടത്. എന്തുകൊണ്ട് ഈ കൊലപാതകം അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ അക്രമം ഉണ്ടാവും എന്നുള്ള ഇമ്മീഡിയറ്റ് കോസ് എന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള വൈരാഗ്യമായിരിക്കാം. പക്ഷേ അതിന്റെ റൂട്ട് കോസസ്, നമ്മൾ ഒരു ക്രൈം ഡിസ്കസ് ചെയ്യുമ്പോൾ എപ്പോഴും തീർച്ചയായിട്ടും ഇമ്മീഡിയറ്റ് കോസസ് മാത്രം ഡിസ്കസ് ചെയ്താൽ പോരാ. അതിനപ്പുറം ക്രൈംസ് ആവർത്തിക്കാതിരിക്കണമെങ്കിൽ അതിന്റെ റൂട്ട് കോസസിലേക്ക് പോകണം. അതിന് ലഹരി തീർച്ചയായിട്ടും ഒരു ഘടകമാണ്, അത് അന്വേഷിക്കേണ്ടതാണ്. അവിടെ 2 ദിവസം മുമ്പ് ജനൻ ടിവിയിൽ തന്നെ നടന്ന ഒരു ചർച്ചയിൽ ഞാൻ ഇതേ പോയിന്റ് പറയുകയുണ്ടായി. ചെറിയൊരു പരാതി എനിക്കുള്ളത്, നമ്മളുടെ പലപ്പോഴും ഈ പിടിക്കപ്പെടുന്നതെല്ലാം ഏറ്റവും താഴത്തെ കണ്ണികളാണ്. നിയമ സംവിധാനം ഒരു ചിലന്തി വല പോലെയാണ്. ചെറുപ്രാണികൾ അതിൽ കുടുങ്ങും, വലിയവ അത് തകർത്തു പോകും. കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിലും ഞാൻ ഇതേ വാചകം പറഞ്ഞിരുന്നു. അപ്പോ വലിയവ, അതായത് ഈ ചെയിൻ, നമ്മുടെ ഏറ്റവും താഴേക്കിടയിൽ ഉപയോഗിക്കുന്ന വ്യക്തികൾ മാത്രമല്ല പിടിക്കപ്പെടേണ്ടത്. അവർ പലപ്പോഴും ഇതിന് ഇരകളാണ്. ഇതിൽ നിന്ന് സപ്ലൈ ചെയ്യുന്നവർ, ഇതിൽ നിന്ന് കൊള്ളലാഭം ഉണ്ടാക്കുന്നവർ, വൻതോതിൽ ഇതിന്റെ ഹോൾസെയിൽ ഡീലേഴ്സ്, ഇവരിലേക്കുള്ള ആ ട്രേസിംഗ് ദ ചെയിൻ എന്ന് പറയുന്നത് എവിടെയോ ഒരു പരാജയം സംഭവിക്കുന്നുണ്ട്. അത് നമ്മുടെ നിയമവ്യവസ്ഥ വളരെ കാര്യമായിട്ടെടുത്ത് പരിശോധിച്ച് തിരുത്തൽ വരുത്തേണ്ടത് തന്നെയാണ്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നാളെയും ഇനി നമ്മുടെ സമൂഹത്തിൽ നടക്കും. അവൈലബിലിറ്റി കട്ട് ഡൗൺ ചെയ്യുന്ന അല്ലാതെ മറ്റൊരു വഴിയും അതിന് നമുക്ക് മുന്നിലില്ല. ലോകത്ത് തന്നെ എടുത്ത് മാനസികാരോഗ്യ വിഭാഗത്തിൽ നടത്തിയിട്ടുള്ള നിരവധി പഠനങ്ങളുണ്ട് ആത്മഹത്യയുടെ കാര്യത്തിലൊക്കെ. അപ്പോൾ അമേരിക്ക പോലുള്ള അമേരിക്കയിലെ ചില സംസ്ഥാനങ്ങളിൽ നടത്തിയിട്ടുള്ള പഠനങ്ങൾ തെളിയുന്നത് ഗൺസിന്റെ അവൈലബിലിറ്റി കുറച്ചപ്പോൾ ആത്മഹത്യയുടെ നിരക്ക് കുറഞ്ഞു. അതുപോലെ തന്നെയാണ് ഇവിടെയും ലഹരിയുടെ അവൈലബിലിറ്റി കുറഞ്ഞാൽ ഈ കാറ്റലിസ്റ്റ്, ഒരു എരിതിയിലേക്കുള്ള എണ്ണയായിട്ട് പ്രവർത്തിക്കുന്ന വിധമുള്ള കാര്യത്തിൽ നമുക്ക് ധാരാളം മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. അവിടെ നമ്മുടെ നിയമ സംവിധാനങ്ങൾ ഒന്നുകൂടി ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് കാലഘട്ടത്തിന്റെ ആവശ്യകതയാണ്. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ കാരിയേഴ്സായി പോലും കുട്ടികളെ ഉപയോഗിക്കുന്ന തരത്തിലേക്ക് ഈ ലഹരി മാഫിയയുടെ വേദികൾ ഇങ്ങനെ പടർന്ന് പന്തലിച്ചിരിക്കുകയാണ്. അവിടെ അധ്യാപകർ കൃത്യമായി ശ്രദ്ധിക്കണം. മുതിർന്ന കുട്ടികൾ, ചെറിയ കുട്ടികൾ ലഹരി ഉപയോഗിക്കുമ്പോൾ അവരെ നിരുത്സാഹപ്പെടുത്തുകയും തടസ്സപ്പെടുത്തുകയും ചെയ്യേണ്ടത് ഉത്തരവാദിത്വത്തോടെ പെരുമാറാൻ മുതിർന്ന കുട്ടികൾ തയ്യാറാകണം. ഒപ്പം വീടിനുള്ളിൽ പോലും നമ്മുടെ ബന്ധങ്ങൾക്കുണ്ടാകുന്ന ശൈഥില്യങ്ങൾ, അതും ഒരുപക്ഷേ എന്നല്ല, ഒരു പരിധിവരെ ഇതിന് കാരണമാകുന്നുണ്ടല്ലേ? കാരണം താങ്കൾ നേരത്തെ പറഞ്ഞു, മുമ്പൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ ഉറക്കാൻ കഥകൾ പറഞ്ഞു കൊടുക്കും, പാട്ട് പാടി കൊടുക്കും. പക്ഷേ ഇന്ന് ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് മുന്നിലേക്ക് മൊബൈലുകളാണ് ഇട്ടുകൊടുക്കുന്നത്. ഈ മൊബൈൽ കണ്ട് വളരുന്ന കുഞ്ഞുങ്ങൾ, അവരുടെ മനസ്സ്, അവരുടെ മാനസിക ആരോഗ്യം പോലും അത്തരത്തിലേക്കുള്ള ഒരു പ്രത്യേക രീതിയിലേക്ക് മാറുന്നു. അതൊക്കെയും കുഞ്ഞുങ്ങൾ വളരുമ്പോൾ അവരുടെ ബോധമനസ്സായാലും അവബോധ മനസ്സായി കഴിഞ്ഞാലും മറ്റൊരു തരത്തിലേക്ക് രൂപപ്പെടാൻ കാരണമാകുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും അതിൽ യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. കാരണം ഈ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണല്ലോ. നമുക്കിപ്പോൾ ഇൻസ്റ്റഗ്രാമിന്റെ ഒരു അൽഗോരിതം എടുത്ത് പരിശോധിച്ച് നോക്കാം. നമ്മളൊരു റീൽ കാണുന്നു. അപ്പൊ ആ റീല് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉടനടി അടുത്ത റീലിലേക്ക്, നമുക്ക് ഒരു വിരൽത്തുമ്പം നനക്കുന്നത് വഴി അടുത്ത റീലിലേക്ക് പോകുന്നു. അപ്പൊ നമ്മുടെ കോൺസെൻട്രേഷൻ സ്പാൻ എന്ന് പറയുന്നത് വളരെ കുറയുകയാണ്. പക്ഷെ ജീവിതത്തിലെ യാഥാർത്ഥ്യം എന്ന് വെച്ചാൽ നമുക്ക് ചാലഞ്ചസിനെ നേരിടേണ്ടി വരും. ഒരു ഉദാഹരണം പറയുകയാണ്. നമുക്കിപ്പോ ഒരു പരീക്ഷയ്ക്കാണെങ്കിൽ ഈ റീൽ മാറ്റുന്നത് പോലെ എളുപ്പമുള്ള കാര്യമല്ല ഒരു പരീക്ഷയിൽ പഠിച്ച് വിജയം കണ്ടെത്തുന്നത്. ഈ റീൽ മാറ്റുന്ന പോലെ എളുപ്പമുള്ള കാര്യമല്ല നിരന്തരമായിട്ടുള്ള പ്രാക്ടീസിലൂടെ ഒരു മികച്ച കായിക താരമാവുന്നത്. അപ്പോ ഏതും എളുപ്പം ഡോപ്പമിൻ ഹൈ കിട്ടുന്ന ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ടാവുമ്പോൾ ബോർഡം അല്ലെങ്കിൽ റിജക്ഷൻ അല്ലെങ്കിൽ ഫെയിലിയർ, ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമല്ലേ? നമ്മുടെ പരാജയങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാണ്, ബോർഡം ജീവിതത്തിന്റെ ഭാഗമാണ്, തിരിച്ചടികൾ ജീവിതത്തിന്റെ ഭാഗമാണ്. ഇത്തരമുള്ള സാഹചര്യം വരുമ്പോൾ നമ്മുടെ കുട്ടികൾ തളർന്നു പോകുന്നുണ്ട്. ഇപ്പൊ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്കിനെ മാത്രം അങ്ങനെ താറടിച്ച് കാണിക്കുകയല്ല ഞാനിവിടെ ചെയ്തത്. ഇത്തരം
നവമാധ്യമങ്ങൾ ഒരുപാട് വിപ്ലവങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ശരിയാണ്, മുൻപൊക്കെ ആണെങ്കിൽ ഒരു വ്യക്തിക്ക് സിനിമ പോലെയുള്ള ഒരു മേഖലയിലേക്ക് കടക്കണമെങ്കിൽ ഒരുപാട് കടമ്പകളുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഏതൊരു വ്യക്തിക്കും ഡിജിറ്റൽ വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് തന്റെ കഴിവ് തെളിയിക്കാം, തന്റെ കഴിവ് കലാപരമായിട്ടുള്ള സർഗപരമായിട്ടുള്ള കഴിവുകളൊക്കെയും കാണിക്കാം. അതുകൂടാതെ തന്നെ ഒരുപാട് തൊഴിൽ സാധ്യതകളും ഇത് തുറന്നു വെച്ചിട്ടുണ്ട് അല്ലെ. ഇപ്പോൾ വ്ളോഗർ, ഇൻഫ്ലുവൻസർ, യൂട്യൂബർ, ഇത്തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. പക്ഷേ അതിനെ മാത്രം കേന്ദ്രീകരിച്ചിരുന്നാൽ അതിനപ്പുറത്ത് നടക്കുന്ന നെഗറ്റീവ് ഹെയ്റ്റ് ക്യാമ്പയിൻസ്, നമുക്കറിയാം ഇപ്പൊ നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഒന്ന് വർഗീയതയാണ്. ഈ വർഗീയതയൊക്കെ എത്രത്തോളം ഡീപ്പ് റൂട്ടഡ് ആണ്, നമ്മൾ നിരന്തരം കാണുന്ന പോലെയല്ല, വെരി വെൽ ഡീപ്പ് റൂട്ടഡ് ആണ് വർഗീയത. കാര്യം നമുക്ക് എതിരെ നിൽക്കുന്ന ആളുടെ ഐഡന്റിറ്റി, നമ്മുടെ ഇതെല്ലാം ഒരു സോഷ്യൽ ഐഡന്റിറ്റി ആണല്ലേ, മോബ് സൈക്കോളജിയാണ്. അപ്പോൾ നമുക്ക് പലതരം ഐഡന്റിറ്റി ഉണ്ടാവും. ഒരു സ്ഥലത്ത് നാം ഒരു മതത്തിന്റെ പേരിൽ യുണൈറ്റഡ് ആവുന്നു, മറ്റൊരു സ്ഥലത്ത് ജനറേഷൻസിന്റെ പേരിൽ. ഇവിടെ ഏറ്റവും വിഷമിക്കേണ്ട അല്ലെങ്കിൽ സങ്കടപ്പെടേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിനെ ഒരു ജെൻസി വേഴ്സസ് 90s കിഡ്സ് വാറായിട്ട് പോലും പലപ്പോഴും കാണുന്നു. അങ്ങനെയല്ല ഇതിനെ കാണേണ്ടത്. ഒരു ജെൻസി എല്ലാം മോശം, 90s കിഡ്സ് നല്ലത്, മില്ലേനിയൽസ് നല്ലത്, അങ്ങനെയേ അല്ല കാണേണ്ടത്. ആത്യന്തികമായി ബാധിക്കപ്പെടുന്നത് നമ്മുടെ സമൂഹമാണ്. അപ്പൊ ഇതൊരു കേവലം ഒരു ജനറേഷൻ വാറായിട്ട് ഇതിനെ ലഘൂകരിക്കുന്ന അങ്ങനെ തരം താഴ്ത്തുകയല്ല വേണ്ടത്. ഇൻസ്റ്റെഡ് നമ്മുടെ ഒരു സൊസൈറ്റി, ആസ് എ കളക്റ്റീവ് റെസ്പോൺസിബിൾ സൊസൈറ്റി നമുക്ക് പരാജയങ്ങൾ സംഭവിക്കുന്നുണ്ട്, അതിന് തിരുത്തലുകൾ ആവശ്യമാണ് എന്ന രീതിയിൽ ചിന്തിച്ചാൽ മാത്രമേ എന്തെങ്കിലും മാറ്റം വരുള്ളൂ. അല്ലെങ്കിൽ ഹെയ്റ്റ് ക്യാമ്പയിൻസ് പോലെയുള്ള ഇത്തരത്തിലുള്ള വർഗീയതകൾ, അതുപോലെ ജാതിപരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ, നിറത്തിന്റെ പേരിലുള്ള അധിക്ഷേപങ്ങൾ, ഇത്തരത്തിലുള്ള കമന്റുകൾക്കെല്ലാം ലൈക്കുകൾ, ഷെയറുകളൊക്കെ കിട്ടുമ്പോൾ ഓൺലൈനിലെ ഖ്യാതി നേടാനുള്ള എളുപ്പ വഴിയാണുള്ളത് നമ്മുടെ ഒരു ഐഡിയ. ആ ഐഡിയക്കെതിരെ നിൽക്കുന്നവനെ പള്ളു പറയുക, അവനെ ചീത്ത പറയുക, അവനെ ഏറ്റവും അശ്ലീലം ചേർന്ന പദങ്ങളോടുകൂടി അധിക്ഷേപിക്കുക. അപ്പോൾ നമുക്ക് സമാനമായിട്ടുള്ള ആശയങ്ങളുള്ളവർ വന്ന് അതിന് ലൈക്ക് അടിക്കും. അപ്പോൾ ഇത് കാണുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൽ പതിയുന്നത് എന്താണ്? ഇതാണ് ശരി, ഇതാണ് ഹീറോയിസം. ആരാണോ കൂടുതൽ തെറി പറയുന്നത്, ആരാണോ കൂടുതൽ അധിക്ഷേപിക്കുന്നത്, അവൻ കേമൻ. അപ്പൊ ഇങ്ങനെ വളർന്നു വരുന്ന ഒരു തലമുറ നാളെ ഈ വിർച്വൽ അതിക്രമം എന്നുള്ളത് റിയൽ ലൈഫ് അതിക്രമത്തിലേക്ക് മാറിയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. തിരികെ കാക്കിയിലേക്ക് ഡോക്ടർ ജിഷ്ണു ജനാർദ്ദനൻ ചില ഘടകങ്ങൾ നമ്മളിവിടെ പരിശോധിക്കുകയുണ്ടായി. വെർച്വൽ റിയാലിറ്റിയുമായി ബന്ധപ്പെട്ട, ലഹരിയുമായി ബന്ധപ്പെട്ട, നമ്മുടെ കുടുംബ ബന്ധങ്ങളിലുണ്ടാകുന്ന ശൈഥില്യങ്ങളുമായി ബന്ധപ്പെട്ട് അതേസമയം തന്നെ നമ്മുടെ മാധ്യമങ്ങളിൽ ഏറ്റവും പ്രധാനമായും നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ കൗമാരപ്രായക്കാരെ, നമ്മുടെ യുവാക്കളെ സ്വാധീനിക്കുന്ന മാധ്യമമായ സിനിമ. ആ സിനിമയിൽ വയലൻസ് അടക്കം വർദ്ധിച്ചു വരികയും അത്തരം സിനിമകൾ കൈയടിച്ച് ഹിറ്റുകളായി മാറുകയും ചെയ്യുന്ന ഒരു സമകാലിക സാഹചര്യമുണ്ട്. ഇതും ഈ കുഞ്ഞുങ്ങളെ ഇത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിക്കുന്നില്ലേ? നമുക്കറിയാം മുമ്പത്തെ സിനിമകളൊക്കെ നായകന്മാരെ വാഴ്ത്തുന്ന സിനിമകളാണെങ്കിൽ ഇന്ന് പലതരത്തിലും നെഗറ്റീവ് മനോഭാവമുള്ള വില്ലന്മാരെ വാഴ്ത്തുന്ന സിനിമകളായിട്ടുണ്ടെങ്കിൽ ഏത് തരത്തിലാണ് നമ്മൾ വില്ലൻ എന്ന രീതിയിൽ ചിത്രീകരിക്കുന്നത്? ആ ചിത്രീകരിക്കുന്ന വില്ലനെ നായകനാക്കിയെടുക്കുന്ന സിനിമകൾ, ആ സിനിമകളൊക്കെയും ഇത്തരത്തിൽ ഒരു പരിധിവരെ കാരണമാകുന്നുണ്ട് അല്ലേ? അത് പ്രാധാന്യമുള്ള ഒരു വിഷയം തന്നെയാണ്. ഞങ്ങളുടെ തന്നെ, അതായത് സൈക്യാട്രിസ്റ്റുകളുടെ തന്നെ ഗ്രൂപ്പുകളിൽ വളരെയധികം വാഗ്വാദങ്ങൾക്ക് വഴിവെച്ചിട്ടുള്ള ഒരു കാര്യമാണത്. ഇതിനെ എതിർക്കുന്നവരുണ്ട്, അനുകൂലിക്കുന്നവരുണ്ട്. ഞാൻ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സിനിമകൾ കുട്ടികളെ അല്ലെങ്കിൽ അഡോളസെന്റേജ്, നമ്മുടെ യുവാക്കളെ സ്വാധീനിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് പറയുമ്പോൾ ഏറെ വിമർശിക്കപ്പെടുന്നുണ്ട് ഇത്തരം വാദഗതികൾ പറയുന്നവർ. കാരണം എന്ത് അക്രമം ഉണ്ടാണെങ്കിലും ഓക്കെ, അത് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു പക്ഷേ ഞാൻ പേര് പറയുകയാണ്, മാർക്കോ, അത് മാർക്കോയുടെ തലയിൽ കൊണ്ട് കെട്ടിവെക്കാമല്ലോ അല്ലേ എന്ന് പറഞ്ഞ് അപഹസിക്കുന്നവരുണ്ട്. പക്ഷേ ഇങ്ങനെ പറയുന്ന, അതായത് ഇത്തരം സിനിമകൾ കുട്ടികളെ, നമ്മുടെ യുവാക്കളെ സ്വാധീനിക്കും എന്ന് പറയുന്നവർ പറഞ്ഞു വെക്കുന്ന കാര്യം, ഈ സിനിമ കണ്ടു അത് അതുപോലെ കോപ്പി ചെയ്തു എന്നല്ല. ഇതെല്ലാം ഒരു സട്ടിൽ ഇൻഫ്ലുവൻസ് നമുക്ക് മുന്നിൽ ചെലുത്തുന്നുണ്ട്. ആ ഇൻഫ്ലുവൻസ് നമുക്ക് തീർച്ചയായിട്ടും നിരാകരിക്കാൻ പറ്റില്ല. സിനിമകളിൽ വയലൻസ് കാണിക്കരുത് എന്ന് അഭിപ്രായമുള്ള വ്യക്തിയല്ല. പക്ഷേ ഈ വയലൻസ് ഈസ് ഗ്ലോറിഫൈഡ്, വയലൻസ് ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്നു. അത് തീർച്ചയായിട്ടും എതിർക്കപ്പെടേണ്ടതാണ്. കാരണം ഇന്നലകളിലും സിനിമകളിൽ വയലൻസ് ഉണ്ട്, നമ്മുടെ സാഹിത്യത്തിൽ വയലൻസ് ഉണ്ട്. അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ചേരി തിരിഞ്ഞുള്ള അടിയുണ്ടല്ലോ, ജെൻസി വേഴ്സസ് 90s കിഡ്. അപ്പോൾ ഇന്നിപ്പോ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള പല കാര്യങ്ങളാണ് പഴയ സിനിമകളിലെ അല്ലെങ്കിൽ പഴയ സാഹിത്യ സൃഷ്ടികളിലെ വയലൻസിന്റെ ഒക്കെ അത് കട്ട് ചെയ്ത് എടുത്ത് റീലുകളാക്കി വിടുന്നത്. ഇതൊക്കെ പണ്ടുമുണ്ട് എന്ന് കാണിക്കാനായിട്ട്. നോക്കൂ, അതിനെ അങ്ങനെയല്ല നോക്കി കാണേണ്ടത്. ഗ്ലോറിഫിക്കേഷൻ, അതാണ് പ്രശ്നം. ഒരു നായക കഥ
കഥാപാത്രം ലഹരി ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ നായക കഥാപാത്രം വയലൻസ് ഉപയോഗിക്കുമ്പോൾ അവിടെ വളരെ സ്ലോ മോഷൻ, അവിടെ BGMകൾ ഇടുന്നു, അങ്ങനെ അതിനെ ഹീറോ വൽക്കരണം. അപ്പൊ ഇത് കാണുന്ന ഒരു കൗമാരക്കാരന്റെ മനസ്സിൽ തീർച്ചയായിട്ടും സട്ടിലായിട്ടെങ്കിലും വളരെ പതിഞ്ഞിട്ടാണെങ്കിലും അതൊരു ഇൻഫ്ലുവൻസ് തീർച്ചയായിട്ടും ഉണ്ടാക്കും. ഈ ഇൻഫ്ലുവൻസിനെയാണ് ചിലർ അതിശക്തമായി വിമർശിക്കുന്നത്. ഞാനും അത്തരത്തിലുള്ള ഒരു പക്ഷക്കാരൻ തന്നെയാണ്. സിനിമകൾ തീർച്ചയായിട്ടും സ്വാധീനം ചെലുത്തും. പിന്നെ മറ്റൊരു നെറേറ്റീവ് ബിൽഡിംഗ് എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ സാമ്പ്രദായികമായിട്ടുള്ളതെല്ലാം മോശം, പുതിയതെല്ലാം ശരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നെറേറ്റീവ് ബിൽഡിംഗ് എവിടേക്കോ നടക്കുന്നുണ്ട്. അപ്പൊ ആ നെറേറ്റീവ് ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ട് ഈ ലഹരി, കുത്തഴിഞ്ഞ ജീവിതം, ഇതൊക്കെയും ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്ന ഒരു ടെൻഡൻസി, അത് പറയുമ്പോൾ നമ്മളെല്ലാവരും ഒരു ഇരട്ടത്താപ്പ് കാണിക്കുകയാണ്, സദാചാരം പറയുകയാണെന്ന് വിമർശിക്കുന്നത്. ഇവിടെ സദാചാരം പറയലല്ല. കാരണം ഇന്ന് സമൂഹവും സിനിമയും എന്ന് പറയുന്ന ഒരു ബൈ ഡയറക്ഷണൽ ട്രാൻസാക്ഷൻ ആണ്. കൊടുക്കൽ വാങ്ങലുകൾ നടക്കും. അപ്പൊ സമൂഹത്തിലുള്ളത് തീർച്ചയായിട്ടും സിനിമയിൽ ഉണ്ടാവും. അത് ഉണ്ടാവരുത്, അല്ലെങ്കിൽ സിനിമ തീർച്ചയായിട്ടും സദാചാര ബോധം പകർന്നു നൽകണം എന്നൊന്നുമല്ല പറയുന്നത്. ഗ്ലോറിഫിക്കേഷൻ ഓഫ് വയലൻസ്, ഗ്ലോറിഫിക്കേഷൻ ഓഫ് ക്രൈംസ് എന്ന് പറയുന്നത് ഏറ്റവും താഴേക്കിടയിലുള്ള പ്രവൃത്തിയാണ്. അത് തീർച്ചയായിട്ടും വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ്. സോഷ്യൽ ഓഡിറ്റിംഗ്, കാരണം ഇപ്പൊ നമ്മുടെ സിനിമയിൽ ഇപ്പോ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ഒക്കെ ഏറെ ചർച്ചയാവുന്നുണ്ടല്ലോ. ചില ഫിലിം മേക്കേഴ്സ്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ രഞ്ജിത്തിന്റെ ഒക്കെ 90കളിലെ സിനിമകൾ സവർണ മാടമ്പിത്തരം കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഏറെ വിമർശിക്കപ്പെടുന്നു. പക്ഷെ അതേ മീറ്ററിൽ ഇതുപോലെ വയലൻസിനെയും ഡ്രഗ്സിനെയും സെലിബ്രേറ്റ് ചെയ്യുന്ന സിനിമകൾ വിമർശിക്കപ്പെടുന്നില്ല. അത്തരം നെറേറ്റീവ് ബിൽഡിങ്ങുകളെ തീർച്ചയായിട്ടും ഒരു മാനസികാരോഗ്യ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്ക് വിമർശിച്ചേ പറ്റുള്ളൂ. അത് തുടരുക തന്നെ ചെയ്യും. ഡോക്ടർ ജിഷ്ണു ജനാർദ്ദനൻ, ഇവിടെ ഈ പരിഹാര മാർഗമാണ് വേണ്ടത്. കാരണങ്ങൾ ഇങ്ങനെ ഒരുപാടുണ്ട്, നമ്മുടെ മുന്നിൽ ഇങ്ങനെ നീണ്ടു നിൽക്കുകയാണ്. പക്ഷേ അനിവാര്യമാണ് പരിഹാര മാർഗങ്ങൾ. കാരണം പരിഹരിക്കപ്പെട്ടേ മതിയാകൂ. കാരണം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചുറ്റും ഈ ഷഹബാസിൻ്റെ മരണശേഷമുണ്ടായ പ്രതികരണങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്കറിയാം, കണ്ണീരോടെയാണ് രക്ഷിതാക്കൾ, പ്രത്യേകിച്ച് അമ്മമാർ പറയുന്നത്. ഞങ്ങളെ കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് പേടിയാകുന്നു, ആശങ്ക തോന്നുന്നു. കാരണം ഇങ്ങനെ പോയാൽ എങ്ങനെയാണ്? കാരണം ഞങ്ങൾക്ക് പറയുന്നതിൽ ഒരു പരിധിയുണ്ട്. കാരണം അവർക്ക് ചുറ്റുപാടുമുള്ളവർ അവരെ അത്തരത്തിലാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് എന്നൊക്കെയാണ് അവർ പറയുന്നത്. അവിടെയാണ് നമുക്ക് എല്ലാ തരത്തിലുള്ള ഒരു ഇടപെടലുകൾ വേണ്ടത്. അവിടെ രാഷ്ട്രീയക്കാരുടെ, ഭരണകർത്താക്കളുടെ ഇടപെടൽ വേണം, നിയമ സംവിധാനത്തിൻ്റെ ഇടപെടൽ വേണം, നമ്മുടെ അധ്യാപകരുടെ ഇടപെടലുകൾ വേണം, നമ്മുടെ മുതിർന്നവരുടെ ഇടപെടലുകൾ വേണം. ഈ ഒരു തരത്തിലായിരിക്കണം ഇവിടെ കൃത്യമായ ഒരു പരിഹാര മാർഗങ്ങൾ തേടേണ്ടത്. താങ്കൾ വളരെ കൃത്യമായി പറഞ്ഞതുപോലെ മൾട്ടി ഡയമെൻഷനിലാണ് ഈ പരിഹാര മാർഗങ്ങൾ നമുക്ക് നിർദ്ദേശിക്കാൻ കഴിയുള്ളൂ. ഒന്നാമത്തേത്, കുടുംബത്തിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടിയിരിക്കുന്നു. ചെറുപ്പം തൊട്ട് തന്നെ നമ്മുടെ കുട്ടികളുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കാൻ നമുക്ക് സാധിക്കണം. ഈ വിർച്വൽ വേൾഡിലേക്ക് അവരെ പറിച്ചു നടാതിരിക്കുക. കുടുംബത്തിൽ നിന്നാണ് അവർ പഠിക്കുന്നത്, അല്ലെ? രണ്ടാമത്തേത്, നമുക്ക് ലേബലിംഗ്, ഗ്ലോബൽ ലേബലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്രതിഭാസം, അതായത് ഇപ്പോഴത്തെ കുട്ടികളെല്ലാം മോശമാണ്, ഇപ്പോഴത്തെ കുട്ടികൾക്ക് ധാർമ്മികത തീരെയില്ല, അങ്ങനെ ഗ്ലോബൽ ലേബലിംഗ് കൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിന് ദോഷം മാത്രമേ സംഭവിക്കൂ. ഈ കുട്ടികൾ പോലും, ഇവിടെ ആക്രമിച്ച കുട്ടികൾ പോലും എന്റെ കാഴ്ചപ്പാടിൽ പറയുകയാണെങ്കിൽ ദേ ആർ ഓൾസോ വിക്ടിംസ്. അവരും വിക്ടിംസ് ആണ്. അവർ കണ്ടിട്ടുള്ള ഏതൊക്കെയോ മാധ്യമങ്ങളുടെ ഈ അടിച്ച് കണ്ണു പൊട്ടിച്ചു എന്ന് പറയുന്ന ഒരു ഹീറോയിസത്തോടെ പറഞ്ഞ് അതിൽ അഭിരമിക്കുന്ന ഒരു കുട്ടി, അവനും ഒരു വിക്ടിമാണ്. തെറ്റായിട്ടുള്ള ആശയധാരകളുടെ വിക്ടിമാണ് അവൻ. അപ്പൊ നമുക്ക് ഇത്തരം തെറ്റായിട്ടുള്ള ആശയധാരകളുടെ വിക്ടിമായി മാറാൻ നമ്മുടെ കുട്ടികളെ വിട്ടുകൊടുക്കാതിരിക്കണമെങ്കിൽ അതിന് അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റം കുടുംബത്തിൽ നിന്ന് തന്നെ തുടങ്ങണം. രണ്ടാമത്തേത്, വളരെ പ്രധാനപ്പെട്ട ഒന്ന്, നമ്മുടെ പാഠ്യപദ്ധതി കാലാകാലങ്ങൾക്കനുസരിച്ച് പരിഷ്കരിക്കപ്പെടുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. പാഠ്യപദ്ധതി പരിഷ്കാരം എന്ന് പറഞ്ഞാൽ പഴയ കവിതയ്ക്ക് പകരം പുതിയ കവിത പഠിപ്പിക്കുക എന്ന് മാത്രമല്ല, ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഒന്ന്, സൈബർ സാക്ഷരത. എങ്ങനെ ഒരു സൈബർ ഇടത്തിൽ പെരുമാറണമെന്ന് നമ്മുടെ കുട്ടികൾക്ക് ആരും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. ആരും പഠിപ്പിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ അവർ പോകുന്ന വഴി ഇത്തരത്തിലുള്ള വഴികളായിരിക്കും, അല്ലെ? ഒരു സൈബർ സംസ്കാരം, ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കി തെറി വിളിക്കാതിരിക്കുക, മറ്റുള്ളവന്റെ അഭിപ്രായത്തെ മാനിക്കുക, നമുക്ക് എതിരഭിപ്രായം ഉണ്ടാകുമ്പോൾ പോലും സഭ്യമായിട്ട് സംസാരിക്കുക, ഇത്തരം കാര്യങ്ങൾ എല്ലാം സൈബർ സംസ്കാരത്തിന്റെ ഭാഗമായി നാം പഠിച്ചെടുക്കേണ്ടതാണ്. ആ സൈബർ സംസ്കാരം. രണ്ടാമത്തേത്, നിയമസാക്ഷരത. ആ കുട്ടികൾ ഇന്ന് ആ വോയിസ് ക്ലിപ്പിലൊക്കെ നമ്മൾ കേട്ടിട്ടാണല്ലോ, കൂട്ടത്തല്ലിൽ ഒരാൾ ചത്തുപോയാൽ പോലും കേസ് ഉണ്ടാവില്ല. നിയമത്തെക്കുറിച്ചുള്ള അജ്ഞതയാണ് അവിടെ നിഴലിക്കുന്നത്. അപ്പൊ സൈബർ സാക്ഷരത, നിയമസാക്ഷരത. മൂന്നാമത്തേത്, മാനസികാരോഗ്യ സാക്ഷരത. പലപ്പോഴും ഇത്തരം ക്രൈംസിലേക്ക് ചെന്നുപെടുന്നത് ചില പെരുമാറ്റ ദൂഷ്യങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഷയിൽ പറയുക, സൈക്യാട്രിയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കോണ്ടക്ട് ഡിസോർഡർ, ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ തുടങ്ങിയ പ്രശ്നങ്ങളുള്ള കുട്ടികളാണ്. ഇവ നേരത്തെ കണ്ടെത്താൻ സാധിക്കണം. എങ്ങനെ നേരത്തെ കണ്ടെത്താൻ സാധിക്കണം? അപ്പൊ ഇത്തരം കുട്ടികളെ മോശക്കാരൻ, വികൃതി എന്ന് പറഞ്ഞ് ലേബൽ ചെയ്യാനല്ല വേണ്ടത്. അത്
കൃത്യമായ ബ്രെയിൻ ബേസ്ഡ് ഡിസോർഡർ ആയിരിക്കാം പലപ്പോഴും. അപ്പൊ അതിന് ചികിത്സ കൊടുത്താൽ, ADHD പോലെയുള്ള അവസ്ഥകളിൽ ചികിത്സ കൊടുത്താൽ കാര്യമായിട്ടുള്ള മാറ്റം ഉണ്ടാവും. ADHD എന്ന് വെച്ചാൽ ശ്രദ്ധക്കുറവ്, പിരിപിരിപ്പ്, എടുത്തുചാടിയുള്ള പ്രവൃത്തി. അപ്പൊ അതിന് വേണ്ടുന്ന സോഷ്യൽ അറ്റ്മോസ്ഫിയർ ഇവിടെയുണ്ട്. അത് മാറണം. അതോടൊപ്പം തന്നെ പെരുമാറ്റ പ്രശ്നങ്ങൾ തിരിച്ചറിയപ്പെടാതെ പോകുന്നുണ്ട്. അപ്പൊ അതിന് മാനസികാരോഗ്യ സാക്ഷരത എന്ന് പറയുന്ന ആവശ്യമാണ്. മൂന്നാമത്തേത് ലഹരിയെ പിടിച്ചു കെട്ടാതെ ബാക്കി എന്ത് ചെയ്താലും നമുക്ക് ലഹരിയെ പിടിച്ചു കെട്ടാതെ ഈ യുദ്ധത്തിൽ നാം ജയിക്കാൻ പോകുന്നില്ല. യെസ്, ഏതായാലും താങ്കൾ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായ ഇടപെടലുകളാണ് നമുക്ക് ആവശ്യം. ജാഗ്രതയാണ്, സമൂഹത്തിൻ്റെ ജാഗ്രതയാണ് നമുക്ക് അനിവാര്യം. വളരെയധികം നന്ദി ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ച് ഇത്രയും സമയം കൃത്യമായ വിശകലനം നടത്തിയ ഡോക്ടർ ജിഷ്ണു ജനാർദ്ദനൻ. കാക്കിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്തേ.